ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പൊടിശല്യത്തിൽ പൊറുതുമുട്ടി വാടാനം കൃഷിക്കാർ. വാടാനം കൃഷി റെയിൽവേ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ട റോഡിൽ നിന്നാണ് കനത്ത പൊടി ഉയരുന്നത്. പൊടിശല്യം കാരണം വീട് വിട്ട് പോയവർ പോലും ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ അവസ്ഥ 4 വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ പൊടിശല്യവും. വടനം കുറിശി മേൽപ്പാലത്തിന് സമീപത്ത് താമസിക്കുന്നവർക്കാണ് പൊടി തിന്ന് ജീവിക്കേണ്ടി വരുന്നത്. പാലത്തേക്കുള്ള അപ്രോച്ച് റോഡിനും ബൈപ്പാസ് റോഡിനുമായി റോഡ് പൊളിച്ചിട്ടതോടെ തുടങ്ങിയതാണ് ദുരിതം. റോഡ് നിർമ്മാണം തുടങ്ങിയതോടെ സമീപത്തുള്ള വീടുകൾ പൊടിയിൽ മുങ്ങി. പിന്നെ തുടക്കം വിചാരിക്കാം മനുഷ്യന് ശ്വാസകോശത്തിലേക്ക് പോയാൽ എന്താ ചെയ്യാ? ഭക്ഷണം മൂടേക്കാൾ ഒരു നിവൃത്തിയില്ല. ഇതിപ്പോ ബെയ്താണ്ടോ നിങ്ങളെ കണ്ടോളി, ബൈക്ക് പോയാൽ തന്നെ പൊടി. റോഡിന്റെ വശത്ത് താമസിക്കുന്ന വൃക്കരോഗിയായ രാജകുമാറിന്റെ അടുക്കളയിൽ പോലും റോഡിലെ പൊടിയാണ്. 24 മണിക്കൂറും മാസ്ക് ധരിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. ബുദ്ധിമുട്ടുണ്ട്, മാസ്ക് വെച്ചിട്ടാ കിടക്കണതേ. നിങ്ങളൊന്ന് കേറി നോക്കൂ, നിങ്ങൾ കേറി നോക്കിയൊക്കെ, ഇവിടെ ഒന്ന് വന്ന് നോക്കിയൊക്കെ. ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അടുക്കളയിലടക്കം പൊടിയാണേ. അതെ ഇതിലേ ഇരുന്നിട്ട് തന്നെ, അല്ലാതെ ഞങ്ങളെ എവിടെ ഈ ഭക്ഷണം കൊണ്ട് പോവുക? ഞാനിപ്പോ ഡയാലിസിസ് ചെയ്യണ ഒരു രോഗിയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണ ഒരാളാണ്. അപ്പോൾ വീട്ടിൽ ആശുപത്രി പോയി വന്നു കഴിഞ്ഞാൽ ഇവിടെ പൊരിഞ്ഞ പൊടിയാണ്, ഫുൾ പൊടിയാണ് റോഡ് കൂടെ. അത് വീട്ടിലേക്കും ബാധിക്കുന്നു കംപ്ലീറ്റ്. ഭക്ഷണം കഴിക്കണവർക്കൊക്കെ കംപ്ലീറ്റ് പൊടികളാണ്. അത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനത്തെ ഒരു വൃത്തികേടാണ്. ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ, ആകെ പൊടി കാര്യം കൊണ്ട് അത്രയും ശല്യമാണ് ഇവിടെ. ഇവിടെ ഞങ്ങൾക്ക് രാവും പകലൊക്കെ പൊടി തന്നെയാണ്. ഞങ്ങൾക്ക് രാത്രി ആയാലും പകലായാലും ഞങ്ങൾക്ക് പൊടിയോട് ഇവിടെ ഇരിക്കാൻ പാടില്ല. ഒന്ന് സുഖമില്ലാത്ത ആൾക്കൊന്നും വയ്യ തോന്നി ഒന്ന് കിടക്കാനോ ഒന്നും ഇരിക്കാൻ ഞങ്ങൾക്ക് ഈ പൊടി കാരണം യാതൊന്നും നിർത്തിയില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താണ് ജലദോഷവും ചുമയും തുമ്മലും ഒക്കെ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. പല വീടുകളിലും ഉള്ളിലും പുറത്തും പൊടിയായതോടെ ചില വീട്ടുകാർക്ക് സ്ഥലം മാറി പോകേണ്ടി വന്നു. റോഡ് പൊളിച്ചിട്ടതോടെ ഗതാഗതവും താറുമാറായി കിടക്കുകയാണ്. പകല് പുറത്ത് കയറുമ്പോൾ മാസ്ക്, കൊറോണ ടൈമുള്ള മാസ്കുകൾ ബണ്ടിൽ കണക്കിനിപ്പോൾ ഞങ്ങൾ മേടിച്ച് വെച്ചിരിക്കുക ഇവിടെ ഉള്ളവർ. അത് മാത്രമല്ല മോൾക്ക് അസുഖമുള്ളവർ ചിലവരൊക്കെ വീട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടികൾ 3-4 കുട്ടികൾ ഇവിടെ പ്രസവിച്ച് കിടക്കുന്നവരുണ്ട്. അവരെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ അനിയത്തിൻ്റെ വീട്ടിലവിടെ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ്. ഇതൊന്നും എപ്പോഴും നേരായി കിട്ടണം. ഇനി എത്ര ആൾ ഇത് വീണ് ജീവൻ കൊടുക്കുന്നതിൻ്റെ മുമ്പ് നേരായി കിട്ടുമെന്ന് ആർക്കറിയണോ? എത്രയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല, ഒരു ബൈക്ക് പോയാൽ തന്നെ പൊടിയോട് പൊടിയാണ്. ഇപ്പോൾ സാറ് നോക്കിയാൽ ഈ വീടും ഇലയുടെ കളറും നോക്കിയൊക്കെ എടുത്ത് നോക്കിയൊക്കെ ആ പുല്ല് പിടിച്ച് കളിക്കാൻ തന്നെ അറിയാം പൊടിയുടെ അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ശ്വാസകോശ രോഗം, അപസ്മാരവും ശ്വാസം മുട്ടലും നിർത്താണ്ട ആ ഗുളിക കഴിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ പൊടി അതിൻ്റെ തുമ്പിയിട്ട് ഇതായിട്ടുള്ളതിൻ്റെയാണ്. ഇനിയും പൊടി തന്നെ ജീവിക്കാനാവില്ല എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അവസ്ഥ തന്നെ ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇരിക്കാനും നിൽക്കാനും പാടില്ല. ചെറിയ കുട്ടികളെ ഒന്നരാട് ആശുപത്രിയിൽ കൊണ്ടുപോകണം. പിന്നെ കോരയും പനിയും ഇതൊക്കെ ആയിട്ട് വേറെ ഞങ്ങൾക്ക് യാതൊന്നും പറയാം. ഇവരോട് ഞങ്ങൾ പല പ്രാവശ്യമായി പറയണു വണ്ടി പോകാൻ പാടില്ല ഇതൊക്കെ. അതുപോലെ ഒരു ദിവസം വണ്ടിയൊക്കെ കൂടി വന്നു. പിന്നെ ഞങ്ങളുടെ കൂടി തർക്കം ചെയ്തപ്പോൾ ആ വണ്ടി വെച്ചിട്ടോ മോട്ടോർ ബൈക്ക് കൊണ്ടു, ഇടയ്ക്ക് ഓട്ടോ വരും. ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 4 കൊല്ലമായി പാലം പണി തുടങ്ങിയിട്ട്. 3-4 മക്കളുള്ള വീടാണ്. കംപ്ലീറ്റ് പൊടിയാണ്. നമ്മളിവിടെ എല്ലാവരോടും പറഞ്ഞു, ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ MLA ഇല്ല, മെമ്പറും ഇല്ല, ആരുമില്ല. വന്ന് നോക്കാൻ ഒരാളില്ല. കംപ്ലീറ്റ് കണ്ടോ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? കംപ്ലീറ്റ് നശിച്ചുപോയി. കുറേ കാലം ഇപ്പോൾ 4 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 3.5 വർഷമായി ഇവിടെ പാലപ്പണി തുടങ്ങിയിട്ട്. വിഷയത്തിൽ കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിടണമെന്നും പൊടിശല്യം കുറയ്ക്കാൻ റോഡിൽ വെള്ളം തെളിക്കണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A. ശ്രീനിവാസൻ, TP രാജീവൻ, അസീസ്, നിസാർ തുടങ്ങിയവർ പറഞ്ഞു. വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിടാനുള്ള സംവിധാനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കമ്പി പൊങ്ങിക്കുന്നുണ്ട്. ആ കമ്പി പൊങ്ങി നിൽക്കുന്നത് ഒരു വില്ലൻ രൂപത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ മുകളിലേക്ക് ഏതെങ്കിലും കഷ്ടകാലത്തിൽ വണ്ടി തെന്നി വീണാൽ അതൊരു ആളുടെ ജീവൻ വരെ ഭീഷണി ഉണ്ടാകുന്ന സംഭവമാണ്. അത് ശാശ്വതമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണയുണ്ടായി. ഇനിയും ഇതിന് പ്രശ്നപരിഹാരത്തിനുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നാണ് ഈ വേളയിൽ നമുക്ക് പറയാനുള്ളത്.
.view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.